ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിന്റെ ഒരു ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ്സിലേക്ക് എടുക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അതിൽ നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 ലിസണിങ് കോംപ്രഹെൻഷൻ ആണ്. അതായത് ടീച്ചർ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരും. ആ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് എഴുതുക, അതിന് ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്താൽ മതി, അമ്മയോടോ അല്ലെങ്കിൽ ചേച്ചിയോ ചേട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇത് വായിച്ച് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് എത്രത്തോളം ഓഡിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ, കേട്ട സംഭവങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ട് എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് കൂടെയാണ് ഇത്. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് against the correct sentence and cross mark against the wrong ones. ഇത് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരും. അതിൽ കറക്റ്റ് ആയിട്ടുള്ളതിന് നേരെ ശരിയും തെറ്റായിട്ടുള്ളതിന് നേരെ ക്രോസും, തെറ്റും അടയാളപ്പെടുത്താനാണ് ക്വസ്റ്റ്യൻ. സ്റ്റോറി നോക്കൂ. അമ്മു ഗോഡ് കോൾഡ് ഹെർ കിഡ്സ് ചിന്നു മിന്നു കം ആൻഡ് ഈറ്റ് യുവർ ഫുഡ്. അപ്പോൾ ഇതൊരു ഗോട്ടിന്റെ കഥയാണ്. അമ്മു എന്നാണ് ഗോട്ടിന്റെ പേര്. ഗോട്ട് അവളുടെ കുട്ടികളെ വിളിച്ചു. എന്താ മക്കളുടെ പേര്? ചിന്നു മിന്നു. ചിന്നു മിന്നു കം ആൻഡ് ഈറ്റ് യുവർ ഫുഡ്. വാ, നിങ്ങളുടെ ഭക്ഷണം കഴിക്കേ. ചിന്നു ആൻഡ് മിന്നു were playing. ചിന്നു മിന്നു കളിക്കുകയായിരുന്നു. ബോത്ത് ഓഫ് ദം കെയിം റണ്ണിങ് ആൻഡ് ate their ഫുഡ്. ഇത് കേട്ടപ്പോൾ രണ്ടുപേരും ഓടി വന്നിട്ട് അവരുടെ ഫുഡ് കഴിച്ചു. ഡോണ്ട് ഗോ ഫാർ അവേ, പ്ലേ ഇൻ ദ നിയർ ബൈ പ്ലേസസ് ഓൺലി, മോം സെഡ്. അമ്മ എന്താ പറഞ്ഞു? ദൂരത്തേക്കൊന്നും പോവരുത്, അടുത്ത് തന്നെ, നമ്മളുടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ അവിടെ മാത്രം കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ മോം, ദ കിഡ്സ് റിപ്ലൈഡ്. ശരി അമ്മ എന്ന് കുട്ടികൾ മറുപടി കൊടുത്തു. ആഫ്റ്റർ ഫുഡ് അമ്മു ഗോട്ട് ഹാഡ് എ ഷോർട്ട് നാപ്പ്. ഭക്ഷണം കഴിച്ച ശേഷം അമ്മു ഗോട്ട്, അതായത് അമ്മ അവിടെ എന്തായി, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഷി വോക്ക് അപ്പ് ഹിയറിംഗ് ചിന്നു ക്രൈങ് ലൗഡ്ലി. ചിന്നു ഉറക്കനെ കരയുന്നത് കേട്ടാണ് അമ്മു ഗോട്ട് എണീറ്റത്. വാട്ട് ഹാപ്പൻ ചിന്നു? ചിന്നു എന്ത് പറ്റി? വൈ ആർ യു ക്രൈങ്? നീ എന്തിനാ കരയുന്നത്? മോം കോൾഡ് ഔട്ട്. അമ്മ ഉറക്കെ വിളിച്ചു ചോദിച്ചു. മോം പ്ലീസ് കം സൂൺ. അമ്മേ പെട്ടെന്ന് വാ. വി വർ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. ഞങ്ങൾ ഒളിച്ചു കളി കളിക്കുകയായിരുന്നു. മിന്നു വെന്റ് ഫാർ അവേ ഫോർ ഹൈഡിങ്. മിന്നു ഒളിക്കാനായിട്ട് ദൂരേക്ക് പോയി. ദെൻ എ ഫോക്സ് കെയിം ആൻഡ് കോട്ട് ഹെർ. ഒരു ഫോക്സ് വന്ന്, ഒരു കുറുക്കം വന്ന് മിന്നുവിനെ പിടിച്ചു കൊണ്ടുപോയി എന്ന് ചിന്നു ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇതാണ് സ്റ്റോറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അമ്മു ഗോഡ് കോൾഡ് ഹെർ കിഡ്സ് ടു പ്രേ. അമ്മു ഗോട്ട് അവളുടെ മക്കളെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അത് ശരിയോ തെറ്റോ? തെറ്റാണ്. ഫുഡ് കഴിക്കാനാണല്ലേ വിളിച്ചത്. ബി, മോം സെഡ് ഡോണ്ട് ഗോ ഫാർ അവേ. അമ്മ പറഞ്ഞു ദൂരേക്കൊന്നും പോവരുതെന്ന്. അത് ശരിയാണ്. ക്വസ്റ്റ്യൻ സി, ആഫ്റ്റർ ഫുഡ് അമ്മു ഹാഡ് എ ഷോർട്ട് നാപ്പ്. ഫുഡ് കഴിച്ച ശേഷം അമ്മു ഗോട്ട് എന്തായി, ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അതും ശരിയാണ്. ഡി, ചിന്നു ആൻഡ് മിന്നു പ്ലേഡ് എ ബോൾ ഗെയിം. ചിന്നുവും മിന്നുവും ഒരു ബോൾ ഗെയിം ആണ് കളിച്ചത്. അത് തെറ്റാണ്. അവർ ഹൈഡ് ആൻഡ് സീക്ക് ആയിരുന്നു അല്ലേ കളിച്ചത്. സോ അത് തെറ്റാണ്. ഈ എ ടൈഗർ കെയിം ആൻഡ് കോട്ട് മിന്നു. ഒരു ടൈഗർ വന്ന് മിന്നുവിനെ പിടിച്ചു. അത് തെറ്റാണ്. ഫോക്സ് ആണ് വന്നത്. അപ്പോൾ അത് ക്രോസ് മാർക്ക് ചെയ്യാം. ആക്ടിവിറ്റി 2 റീഡിംഗ് കോംപ്രഹെൻഷൻ. ഇനി റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് വരുന്നത്. അതായത് നിങ്ങൾക്കൊരു കഥ വായിക്കാൻ തരുന്നുണ്ട്. അത് വായിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഡൊറോത്തീസ് ഹൗസ് ലാൻഡഡ് ഓൺ ദ മഞ്ച്കിൻസ് ലാൻഡ്. ഡൊറോത്തിയുടെ വീട് മഞ്ച്കിൻസിന്റെ ഭൂമിയിൽ ചെന്ന് പതിച്ചു. ദ മഞ്ച്കിൻസ് became very happy because the house landed on the wicked witch and killed her. മഞ്ച്കിൻസ് വളരെയധികം സന്തോഷത്തിലായി. കാരണം എന്താണ്? ആ വീട് വന്ന് പതിച്ചത് അവിടെ ഉണ്ടായിരുന്ന ദുഷ്ടയായൊരു മന്ത്രവാദിയുടെ മുകളിലാണ്. അവള് ആ വീട് വന്ന് പതിച്ചപ്പോൾ എന്താണ്, മരിച്ചുപോയി, അത് അവളെ കൊന്നു. They arranged a party to celebrate their freedom. അവരവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. The Wizard of Oz performed many magics to make Dorothy and her dog happy. വിസാർഡ് ഓഫ് ഓസ് എന്താണ്? അവിടുത്തെ മജീഷ്യൻ ആണല്ലേ. അദ്ദേഹം ഒരുപാട് മാജിക്കുകളൊക്കെ കാണിച്ചു ഡൊറോത്തിയെയും അവളുടെ പെറ്റ് ഡോഗിനെയും. പെറ്റ് ഡോഗിന്റെ പേരെന്തായിരുന്നു? ടോട്ടോ ആയിരുന്നു അല്ലേ. ടോട്ടോയെയും എന്താണ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാജിക് ഒക്കെ കാണിച്ചു. ഡൊറോത്തി എൻജോയ് ദ പാർട്ടി ആൻഡ് ഡാൻസ്ഡ് വിത്ത് ദം. ഡൊറോത്തിക്ക് പാർട്ടി വളരെയധികം ഇഷ്ടമായി. അവൾ അവരോട് കൂടെ മഞ്ച്കിൻസിന്റെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. ദ മഞ്ച്കിൻസ് റിക്വസ്റ്റഡ് ഹെർ ടു സ്റ്റേ വിത്ത് ദം. അവരോട് കൂടെ തന്നെ താമസിക്കാൻ മഞ്ച്കിൻസ് ഡൊറോത്തിയോട് എന്താണ് റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു. ബട്ട് ഡൊറോത്തി wanted to go home. പക്ഷെ ഡൊറോത്തിക്ക് തിരികെ വീട്ടിലേക്ക് പോകണമായിരുന്നു. There is no other place like our own home, ഡൊറോത്തി said. നമ്മളുടെ സ്വന്തം വീടിനെക്കാട്ടിലും മനോഹരമായ മറ്റൊരു സ്ഥലമില്ല എന്ന് എന്താണ് ഡൊറോത്തി അവരോട് പറഞ്ഞു. ഇതുമായി ബേസ് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Question 1, ഡൊറോത്തീസ് ഹൗസ് ലാൻഡഡ് ഓൺ ഡാഷ്. ഡൊറോത്തിയുടെ വീട് എവിടെയാണ് ചെന്ന് പതിച്ചത്? എ മീഡോ, ദ മഞ്ച്കിൻസ് ലാൻഡ്, എ വാലി, എ വില്ലേജ്. എവിടെയാണ് മക്കളെ? ദ മഞ്ച്കിൻസ് ലാൻഡ്. മഞ്ച്കിൻസിന്റെ ലാൻഡിലാണ് പതിച്ചത്.
Question 2. Her house killed. അവളുടെ വീട് വന്ന് പതിച്ചപ്പോൾ ആരാണ് അവിടെ കൊല്ലപ്പെട്ടത്? The Wizard of Oz, a young munchkin, the wicked witch and an old munchkin. ആരായിരുന്നു? The wicked witch ആയിരുന്നു. Question 3. Why did the Munchkins arrange party? Munchkins എന്തുകൊണ്ടാണ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത്? To welcome Dorothy and her dog. ഡൊറോത്തിയെയും ഡോഗിനെയും വെൽക്കം ചെയ്യാൻ. To thank Dorothy and her dog. ഡൊറോത്തിയെയും ഡോഗിനും നന്ദി അർപ്പിക്കാൻ. To celebrate their freedom. അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ. To welcome the Wizard of Oz. Wizard of Ozനെ വെൽക്കം ചെയ്യാൻ. എന്തിനായിരുന്നു മക്കളെ? To celebrate their freedom. അവരുടെ ഫ്രീഡം ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. Question 4. A word in the story means a woman with supernatural powers. Find the word. ഈ സ്റ്റോറിയിൽ ഒരു വേർഡ് ഉണ്ട്. ആ വേർഡിന്റെ മീനിങ് സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരു സ്ത്രീ എന്നാണ്. ആ വേർഡ് ഏതാണ്? മഞ്ച്കിൻ, വിസാർഡ്, വിച്ച്, വിക്കഡ്. ഏതാണ് മക്കളെ? വിച്ച്. വിച്ച് എന്നാൽ മന്ത്രവാദിനി എന്നാണ് അർത്ഥം. സോ വിച്ച് എന്നതാണ് ആൻസർ. Question 5. There is no other place like our own home. Who said this? നമ്മളുടെ സ്വന്തം വീടിനെക്കാട്ടിലും മനോഹരമായ മറ്റൊരു വീടില്ല, മറ്റൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ദ വിസാർഡ്, ഡൊറോത്തി, ടോട്ടോ, എ മഞ്ച്കിൻ. ആരാ പറഞ്ഞത് മക്കളെ? ഡൊറോത്തിയാണ് പറഞ്ഞത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് വരുന്നത്. Activity 3. Add more lines. The wicked witch dead. The munchkin celebrated their freedom by dancing and singing. വിക്കഡ് വിച്ച് മരിച്ചപ്പോൾ എന്തായി? അവിടെയുള്ള മഞ്ച്കിൻസ് അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു, പാട്ടുപാടിയും ഡാൻസ് കളിച്ചൊക്കെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു. അപ്പോൾ അവർ പാടിയ പാട്ടാണിത്. നോക്കൂ. ഡിങ് ഡോങ് ദ വിച്ച് ഈസ് ഡെഡ്, ദ വിക്കഡ് വിച്ച് ഈസ് ഡെഡ്. ഡിങ് ഡോങ് മഞ്ച്കിൻസ് ആർ ഹിയർ, ഡാൻസിങ് വിത്തൗട്ട് ഫിയർ. അതാണ് സോങ്. കംപ്ലീറ്റ് ദ സോങ് ബൈ ആഡിങ് മോർ ലൈൻസ്. ഇനി ഇതിലേക്ക് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്തിട്ട് ഈ സോങ് പൂർത്തിയാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 2 ലൈൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഡിങ് ഡോങ് ദ വിച്ച് ഈസ് ഡെഡ്, ദ വിക്കഡ് വിച്ച് ഈസ് ഡെഡ്. ബാക്കി എന്ത് വരും? ഡിങ് ഡോങ് മഞ്ച്കിൻസ് ആർ ഹിയർ, സിംഗിങ് വിത്തൗട്ട് ഫിയർ. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. Activity 4. Conversation. The guards took the farmer to the king. What would be the conversation between the king and the farmer? ഗാർഡ്സ് ഫാമറിനെ കിങ്ങിന്റെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ആ കിങ്ങും ഫാമറും തമ്മിൽ സംസാരിക്കാനിടയുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കിങ്. ഹു ആർ യു? നിങ്ങൾ ആരാണ്? ഫാമർ. ഐ ആം എ ഫാമർ ലിവിങ് നിയർ ദ പാലസ്. ഞാൻ ഈ പാലസിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ഫാമറാണ്, ഒരു കർഷകനാണ്. കിങ്. വൈ ഡിഡ് യു റാൻ അവേ? നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് ഓടിപ്പോയത്? ഫാമർ. ഐ എം സോറി, ഐ വാസ് ഫ്രൈറ്റൻഡ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ പേടിച്ചിട്ടാണ് ഓടിയത്. കിങ്. ആർ യു എ തീഫ്? നിങ്ങളൊരു കള്ളനാണോ? ഫാമർ. നോ, അല്ല. കിങ്. വൈ ഡിഡ് യു ഹൈഡ് കോയിൻസ് ഇൻ ദ പാലസ് വാൾ? നിങ്ങൾ എന്തിനാണ് പാലസിന്റെ ചുമരിൽ കോയിൻസ് ഹൈഡ് ചെയ്ത് വെച്ചത്? ഫാമർ. ബിക്കോസ് ഐ തോട്ട് ഇറ്റ് വാസ് എ സേഫ് പ്ലേസ്. കാരണം അത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ ചിന്തിച്ചു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചത്. കിങ്. ഓക്കെ, ഗോ ഹോം, ഐ വിൽ ഗിവ് അനദർ കോയിൻസ്. ഓക്കെ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ വേറെ കോയിൻസ് നിങ്ങൾക്ക് തരാം. ഫാമർ. താങ്ക് യു. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ലൈക്ലി കോൺവെർസേഷൻ വരുന്നത്. Activity 5. Riddles. കടങ്കഥകളാണ്. ഹിയർ ആർ സം റിഡിൽസ് അബൌട്ട് പീപ്പിൾ ഡൂയിങ് ഡിഫറെൻറ്റ് ജോബ്സ്. ഐഡന്റിഫൈ ദം. വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് കുറച്ച് റിഡിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നോക്കൂ. ഐ വർക്ക് ഇൻ എ സ്കൂൾ. ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ്. എല്ലാ ദിവസം മുഴുവൻ ഞാൻ അവിടെ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഹു ആം ഐ? ഞാൻ ആരാണ്? ആരാ മക്കളെ? ടീച്ചറാണല്ലേ, ടീച്ചറാണ്. 2. ഐ ക്യാച്ച് ഫിഷ് ആൻഡ് ഐ ക്യാച്ച് ഫിഷ് ഫ്രം റിവേഴ്സ് ആൻഡ് ദ സീ. ഞാൻ പുഴയിൽ നിന്നും കടലിൽ നിന്നും എന്തൊക്കെയാണ്? മീനിനെ പിടിക്കുന്നുണ്ട്. ഓൾ ഡേ ലോങ് ഐ വർക്ക് ഹാർഡ്. ദിവസം മുഴുവൻ ഞാൻ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ഹു ആം ഐ? ആരാണ്? ഫിഷർമാൻ ആണ്, അല്ലെങ്കിൽ ഫിഷർമാൻ എന്ന് എഴുതിയാലും മതി. 3. ഐ വർക്ക് ഇൻ എ ക്ലോത്ത് സ്റ്റോർ. ഞാൻ തുണിയുടെ സ്റ്റോറിലാണ്, തുണിക്കടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൾ ഡേ ലോങ് ഐ സ്റ്റിച്ച് ഫ്രോക്സ് ആൻഡ് ഗൗൺ. എല്ലാ ദിവസവും ഞാൻ എന്താണ്? ഫ്രോക്സും ഉടുപ്പുകളും അതുപോലെ ഗൗണും ഒക്കെ തുന്നി പിടിപ്പിക്കുന്നു. ഹു ആം ഐ? ആരാണ്? ടൈലറാണ്. Question 4. Look at the picture of a doctor. Write a riddle about doctor. ഇനി ഡോക്ടറെ കുറിച്ച് ഒരു പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഡോക്ടറെ കുറിച്ച് നിങ്ങളോട് ഒരു റിഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഐ ട്രീറ്റ് പേഷ്യൻസ്. ഞാൻ രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഹു ആം ഐ? ഞാൻ ആരാണ്? ഡോക്ടറാണ് ആൻസർ. Activity 6. ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് വെന്റ് ടു ദ കാർണിവൽ. ഫാമറും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ കാർണിവൽ ഉത്സവം കാണാനായിട്ട് പോയി. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ഈ പിക്ചർ നോക്കിയിട്ട് കാർണിവലിലുള്ള സംഭവങ്ങൾ എന്തൊക്കെ ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തുടക്കം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ ഡാഷ്. അതിന്റെ ബാക്കിയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എ കാർണിവൽ. ഇതൊരു കാർണിവലിന്റെ ഉത്സവത്തിന്റെ പിക്ചറാണ്. എ ലോട്ട് ഓഫ് പീപ്പിൾ അറൈവ്ഡ് ടു സീ ദ കാർണിവൽ. ഉത്സവം കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്.
ദർ ആർ കിഡ്സ് വെയിറ്റിംഗ് ടു ബൈ സ്വീറ്റ്സ്. മിഠായികളും മധുരങ്ങളൊക്കെ വാങ്ങാനായിട്ട് കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട്. എ മാൻ ആൻഡ് എ ഗേൾ ആർ സിറ്റിംഗ് ഓൺ ആൻ എലഫന്റ്. ഒരാളും ഒരു പെൺകുട്ടിയും ഒരു എലഫന്റിന്റെ ആനയുടെ പുറത്ത് കയറി ഇരിക്കുന്നുണ്ട്. ദർ ഇസ് എ ജയന്റ് വീൽ. അവിടെ ഒരു ജയന്റ് വീൽ ഉണ്ട്, യന്ത്ര ഊഞ്ഞാലുണ്ട്. വി ക്യാൻ സീ ബ്യൂട്ടിഫുൾ ബലൂൺസ് ആൻഡ് ടോയ്സ്. നമുക്ക് മനോഹരമായിട്ടുള്ള ബലൂൺസും കളിക്കോപ്പുകളൊക്കെ അവിടെ കാണാം. ഓൾ ഓഫ് ദം സീസ് വെരി ഹാപ്പി. അവിടെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാം നല്ലതുപോലെ മനസ്സിലാക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്